കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലാകെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത രണ്ടാംഗിളിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിൽ തൃശ്ശൂരിൽ SFI UDSF സംഘർഷം എന്ന നിലയ്ക്കും, രണ്ട്, UDSFിൻ്റെ പരിക്കേറ്റ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് SFI പ്രവർത്തകർ തകർത്തു എന്ന നിലയ്ക്കുമുള്ള രണ്ട് നരേഷൻ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളാകെ വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും തെറ്റായിട്ടുള്ള വാർത്തകളാണ് എന്ന് സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്നാമതായി, സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് SFIയും UDSF പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമല്ല ക്യാമ്പസിനകത്ത് നടന്നത്. മറിച്ച് ആ കലോത്സവത്തിൻ്റെ ആരംഭഘട്ടം മുതലേ സംഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ പിഴവുകൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവിടുത്തെ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട്, വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകൾ, ഏകപക്ഷീയമായിട്ടുള്ള റിസൾട്ട് പബ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയും നിരവധിയായിട്ടുള്ള അപ്പീലുകൾ സംഘാടനവുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്ന നിലയിലേക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഘട്ടത്തിനിപ്പുറം ആ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയ മത്സരാർത്ഥികളെ, വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി അതിൻ്റെ സംഘാടകരും KSUവിൻ്റെയും MSFിൻ്റെയും നേതൃത്വവും ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിലുണ്ടായത്. അത് SFIയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷമല്ല, മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെ, മത്സരാർത്ഥികളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിൻ്റെ സാഹചര്യം. അതിൻ്റെ ദൃശ്യങ്ങൾ ചിലതെങ്കിലും പുറത്തു വന്നത് ചില മാധ്യമങ്ങളെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി. ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അതിക്രൂരമായിട്ടുള്ള അക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മാരകമായി ഇരുമ്പുവടികൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ വട്ടം തിരിഞ്ഞ് ഒറ്റയ്ക്ക് അടിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക്, അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പ് ദണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ച് തലപൊളിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കേരളവർമ്മ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മാരകമാംവിധം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയാണ്. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏകപക്ഷീയമായി കലോത്സവ നഗരിയെ ആക്രമണത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട്, വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച വിവിധ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തി. ആ പ്രതിഷേധം ഉയർത്തിയത് SFI ആണ് പ്രതിഷേധം ഉയർത്തിയതെന്നാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ SFI അല്ല, മറിച്ച് വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളാണ് വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത്. മതിയായ യോഗ്യതകളില്ലാത്ത ജഡ്ജസാണ് പല ഇവൻറ്റുകളിലുള്ളത്. ഞങ്ങളിപ്പോൾ ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് ലഭിച്ചൊരു വിവരം, തമിഴ് ഉൾപ്പെടെയുള്ള തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇവൻറ്റുകളിൽ ജഡ്ജസായി പങ്കെടുത്തത് ഷൊർണൂറുള്ള ഒരു ക്യാമ്പസിലെ ചില വിദ്യാർത്ഥികളാണ്. ഇവർക്ക് തമിഴ് ഭാഷയുമായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് തമിഴ്നാട്ടിൽ പഠിച്ച ആളുകൾ സർവകലാശാല കലോത്സവത്തിൽ തമിഴ് ഇവൻറ്റുകളുടെ ജഡ്ജസായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാം. ഈ നിലയിൽ ജഡ്ജ്മെൻ്റ് ഉൾപ്പെടെ വലിയ ആക്ഷേപം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കുകയാണ്. അതായത് SFIക്ക് കോളേജ് യൂണിയനുള്ള ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ സർവകലാശാല കലോത്സവ വേദിയിലെത്തിയാൽ അവരെ ആക്രമിച്ചു കളയുക എന്ന ഉദ്ദേശം മാത്രമായി സർവകലാശാല കലോത്സവ വേദി മാറുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല. ദിവസങ്ങൾക്ക് മുൻപാണ് സീസൺ കലോത്സവം മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. സമാനമായ നിലയിൽ മലപ്പുറത്ത് ഏറ്റവും ഒടുക്കം സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കലോത്സവ നഗരിയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞത്. എന്നിട്ടും അവർ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായി. ഇങ്ങനെ ഏകപക്ഷീയമായി ആക്രമണത്തിൻ്റെ കേന്ദ്രമാക്കി സർവകലാശാല കലോത്സവത്തെ മാറ്റുകയാണ്. അത് പകുതിക്ക് വെച്ച് നിർത്തി വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവണം, നിന്ന് പോവുകയാണ്. സർവകലാശാലയ്ക്ക് കീഴിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരെത്രയോ നാളുകളായി എഫേർട്ട് എടുത്ത് പരിശീലനം നേടി വലിയ പണം മുടക്കി ദിവസങ്ങളോളം ഊണില്ലാതെ ഉറക്കമില്ലാതെ പരിശീലനം നേടി ഈ സർവകലാശാല കലോത്സവം വൈകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതാണ്. അങ്ങനെ നടത്തുന്നൊരു ഘട്ടം വന്നപ്പോൾ നടത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു നിലയ്ക്കും വിദ്യാർത്ഥികളോട് ഒരു തരത്തിലുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളായി KSUവും സർവകലാശാല യൂണിയൻ്റെ നേതൃത്വം മാറുകയാണ്. ഇപ്പോൾ ഇതേ സമയം തന്നെ ഞങ്ങളുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള സർവകലാശാലയിലും ഇതുപോലെ തന്നെ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നടപടിയാണല്ലോ KSU സ്വീകരിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ്റെ പ്രവർത്തനം നിഷേധിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോവുക. അവർ പരാജയപ്പെട്ടെടുത്ത്
ആ പരാജയത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയും SFI തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് യൂണിയൻ പ്രവർത്തനം വേണ്ട എന്ന നിലപാടുമായി കോടതിയിൽ പോയതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർവകലാശാലയിൽ കലോത്സവമേ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലയിൽ വിദ്യാർത്ഥികളോടൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കേവലം സംഘർഷത്തിൻ്റെ ഭൂമിക മാത്രമാക്കി കലോത്സവ കേന്ദ്രങ്ങളെ മാറ്റുന്ന നിലയിലേക്കുള്ള സമീപനത്തിൽ നിന്നും KSU പിന്മാറേണ്ടതായിട്ടുണ്ട്. സർവകലാശാല യൂണിയൻ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാർത്ഥികളോട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതിന് വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ ഇവർ ആവർത്തിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ ചില ബൈറ്റ് ഞങ്ങൾ കണ്ടു. സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ KSUവിൻ്റെ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI എന്തോ കലോത്സവം നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ SFIക്ക് ഇവിടെ UDSFO കാലിക്കറ്റ് സർവകലാശാല യൂണിയനോ കലോത്സവം നടത്തുന്നത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായി കലോത്സവങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ ഈ കലോത്സവങ്ങൾ കാലിക്കറ്റ് കലോത്സവങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹികളെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉറപ്പുകൊടുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കുട്ടികളുണ്ടാവും. ഞങ്ങളുടെ സഹാക്കൾ എല്ലാ നിലക്കുള്ള പിന്തുണയുമായി കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾ നേരത്തെ കൊടുത്തു. ഇതിനു മുൻപ് ഞങ്ങൾ നടത്തുന്ന ഒരു കലോത്സവത്തിനും അതിനു മുൻപ് KSU MSFO വിളിച്ച് ഇങ്ങനൊരു പിന്തുണ തരുന്ന അനുഭവം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി. അത് UDSFൻ്റെ യൂണിയൻ ആണെങ്കിലും ആ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അത് വിദ്യാർത്ഥികളുടെ യൂണിയനാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടെ കണ്ടത്. എന്നാൽ ഇതിനെ SFIക്കാരെ പൊതുവിദ്യാർത്ഥികളെ അവർക്ക് അനഭിമിതരായ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമീപനം ശരിയായിട്ടുള്ളതല്ല. ഇപ്പോൾ ഡീസോൺ കലോത്സവങ്ങളുടെ തന്നെ ചരിത്രം എടുത്താൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഡീസോൺ കലോത്സവ വേദിയിൽ വെച്ചാണ് KSU നടത്തിയ ഒരു ഡീസോൺ കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് കുട്ടനല്ലൂർ കോളേജിലെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്ന സഖാവ് RK കൊച്ചനിയനെ തൃശ്ശൂർ നഗരത്തിൽ വെച്ച് ഒരു കൊലപ്പെടുത്തി കളഞ്ഞത്. ഇതാണ് ഡീസോൺ കലോത്സവങ്ങളുടെ ചരിത്രം. അത് ആവർത്തിക്കുന്ന നിലയിലേക്ക് സഖാവ് RK കൊച്ചനിയനെ കൊലപ്പെടുത്തിയതുപോലെ വീണ്ടും വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് KSUവിൻ്റെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ കലോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 സോണൽ കലോത്സവങ്ങൾ നടക്കാനുണ്ട്. C സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി, D സോണിൽ ഇവർ വലിയ സംഘർഷം ഉണ്ടാക്കി. ഇനി വരാനിരിക്കുന്ന സോണൽ കലോത്സവങ്ങളെയും ഈ വിധം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടർ തയ്യാറാകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു നിലയ്ക്കും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവരുടെ കലോത്സവം എന്ന കാര്യത്തിൽ SFIക്കാർക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. SFIയുടെ യൂണിയൻ നയിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെത്തിയാൽ ആക്രമിക്കും എന്നുള്ള സമീപനം ഇവർ തുടർന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളും പോകുന്ന നിലയുണ്ടാകും. അപ്പോൾ അതിലേക്കൊന്നും നിൽക്കാതെ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മാന്യമായി ഏറ്റവും ഗുണപ്രദമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് സർവകലാശാല യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇക്കൂട്ടർ തയ്യാറാകണമെന്നും അതുപോലെ തന്നെ ഈ തെറ്റായിട്ടുള്ള നിലപാടും സമീപനവും പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ശരിയായ അർത്ഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.